ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. ഇന്ന് നമ്മൾ ഓണസദ്യയിലെ ഒരു സ്പെഷ്യൽ ഐറ്റമായിട്ടുള്ള എലിശ്ശേരിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്കിവിടെ എലിശ്ശേരി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിതാ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് കുതിർത്ത വെള്ളപ്പയർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കഴുകി വെള്ളത്തിലിട്ടത് കൊണ്ടാണ് വെള്ളത്തോടു കൂടെ ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരു കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ വെള്ളപ്പയറിന് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ ധാരാളം മതിയായിരിക്കും. ഇപ്പോൾ ദാ നമ്മുടെ വെള്ളപ്പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്, എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നോക്കൂ, നമ്മുടെ വെള്ളപ്പയറൊക്കെ നന്നായിട്ട് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തതായിട്ട് മത്തങ്ങ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളപ്പയറിന് 1 കപ്പ് മത്തങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ മത്തങ്ങ കൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ പൊതുവേ പയറുവർഗ്ഗങ്ങളിൽ ഉപ്പിട്ട് വേവിക്കാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പയർ വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾ എരിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് കുക്കർ മൂടി 1 വിസിൽ അടുപ്പിച്ചെടുക്കാം. മത്തങ്ങ പെട്ടെന്ന് വേവുന്നതായതുകൊണ്ട് നമ്മൾ 1 വിസിലാണ് അടുപ്പിച്ചെടുക്കുന്നത്. പിന്നെ മാത്രമല്ല, 1 വിസിൽ കൂടുതൽ നമ്മൾ അടുപ്പിച്ച് കഴിഞ്ഞാൽ മത്തങ്ങ മൊത്തം വെന്ത് ഉടഞ്ഞു പോകും. ഇനി ഈ സമയത്ത് ഇതിലേക്ക് വേണ്ട അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ 1 കപ്പ് തേങ്ങ നമ്മൾ മുഴുവനായിട്ടും അരച്ചെടുക്കുന്നില്ല. ഇതിൻ്റെ ഒരു പകുതി ഭാഗം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് അരപ്പായിട്ട് ചേർക്കുന്നത്. ഞാനിതാ 1/2 കപ്പ് തേങ്ങ അതിൽ നിന്നും എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് ഇത്തിരി വെള്ളം കൂടെ ഒഴിക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ബാലൻസ് ഉള്ള നമ്മുടെ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. എപ്പോഴും തേങ്ങ വറുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വെച്ചിട്ട് വറുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്ന് വറുത്തെടുക്കരുത്. നമ്മൾ തേങ്ങ ചിരവുന്ന സമയത്ത് എപ്പോഴും നമുക്ക് എല്ലാം ഒരുപോലെ ആവണമെന്നില്ലല്ലോ. അതുകൊണ്ട് ചെറിയ ഭാഗമെല്ലാം നമുക്ക് പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടുകയും ബാക്കി വെളുത്ത നിറത്തോട് കൂടെ തന്നെ കിടക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളിതേപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിനി മത്തൻ ഒന്ന് തുറന്ന് നോക്കിയാലോ. നമ്മുടെ മത്തനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് തോന്നിയേക്കാം. പക്ഷെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇടുമ്പോൾ നമുക്ക് വിളമ്പുന്നതിനുള്ള പാകത്തിന് പരുവായിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ. ഇത് കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ നിറം കുറവായതുകൊണ്ട് എനിക്ക് തോന്നി, അതാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്കും ഇതുപോലെ പാചകം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വേരിയേഷൻസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കാറുണ്ടല്ലോ. അതുപോലെ നമ്മുടെ തേങ്ങയുടെ അരപ്പ് ഒഴിച്ചതിന് ശേഷം നമ്മുടെ എലിശ്ശേരി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഓണസദ്യയിൽ ഏത് വിഭവമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. നമ്മൾ മത്തനും വെള്ളപ്പയറും എല്ലാം ചേർത്ത നമ്മുടെ എലിശ്ശേരി ഏകദേശം ഫൈനൽ സ്റ്റേജിലേക്ക് എത്താറായിട്ടുണ്ട്. ഇതിൽ വെള്ളം ഒന്ന് കുറച്ചുകൂടെ ഒന്ന് വറ്റി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ സമയങ്ങളിലൊക്കെ നമുക്ക് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഒരു നുള്ളു ഉപ്പ് കുറവുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എലിശ്ശേരി ഏകദേശം നമ്മുടെ കറക്റ്റ് പരുവത്തിൽ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ തേങ്ങ വറുക്കുന്നതിന് മുന്നേ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും അതുപോലെ ഉണക്കമുളകും കൂടി ചേർത്തതിന് ശേഷം തേങ്ങ ഇട്ടിട്ട് വറുത്തെടുത്താലും മതി. ഞങ്ങൾ ഇവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന മെത്തേഡിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓരോ സ്ഥലങ്ങളിലും ഓരോ ജില്ലകളിലും വ്യത്യസ്തമായിട്ടായിരിക്കും എലിശ്ശേരി ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ഓണസദ്യയിൽ ഞങ്ങളുടെ നാട്ടിലുണ്ടാക്കുന്ന തരത്തിലുള്ള എലിശ്ശേരി തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് കടുക് പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എലിശ്ശേരി റെഡി. നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ സ്വാദിഷ്ടമായ എലിശ്ശേരി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.